ഏഷ്യയിൽ വന്നിട്ട് ഒരു തമിഴ്നാട് തെരുവിലാണ് നിൽക്കുന്നത് അല്ലേ? ശരിക്കും ദീപാവലി ചന്ത. അപ്പൊ ബാക്ക് ടു കൊച്ചി. അങ്ങനെ ഗൈസ് ഡേ 4 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്നും കൂടിയാണ് ഞങ്ങൾ മലേഷ്യയിലുള്ളത്. അപ്പോൾ ഹോട്ടൽ റെഗാലിയയിലെ അവസാന ദിവസം അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. ഈ 38ാം ഫ്ലോറിൽ നിന്ന് താഴേക്ക് വേഗം ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിച്ചു. ഈ പൂള് വഴിയുള്ള ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ വേഗം നമുക്ക് താഴെ എത്താം. അങ്ങനെ 4th ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ബാ കാണിച്ചു തരാം. 4th ഡേ ബ്രേക്ക്ഫാസ്റ്റ് സെലക്ടിങ്. ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്ന് നമ്മുടെ ബ്രെഡ് ഉണ്ട്, ഡെയിലി ഉള്ള സാധനം തന്നെയാണ്. സെക്കൻഡ് വൺ നമ്മളെ ഈ ഇന്ന് നമ്മൾ മാക്രോൺ ഉണ്ട്, അടിപൊളി. ഇന്ന് ഞാൻ ഇത് എന്തായാലും എടുക്കും. മാക്രോൺ ഉണ്ട്, ഇത് ഞാൻ ഇത് ഞാൻ എന്തായാലും ഇന്ന് എടുക്കും. മാക്രോൺ എത്ര ദിവസം നമുക്ക് കിട്ടിയിട്ടില്ല ആക്ച്വലി. ഇത് ഇന്നാണ് ഈ സാധനം കൂടെ കിട്ടിയത്. അത് ഞാൻ ഇന്ന് എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ ഇത് പുലാവ് പോലത്തെ ഐറ്റാണ്. പിന്നെ നമ്മളെ സാധാ റൈസ് ഇട്ട് നമ്മളെ ഫ്രൈഡ് റൈസ് പോലത്തെ റൈസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വലുതായിട്ട് ഈ കടല, പിന്നെ ഒരു ചമ്മന്തി പോലത്തെ സാധനം വരുന്നുണ്ട്. അത് പിന്നെ ഉണക്കമീൻ നമ്മളെ എല്ലാ ലീഫ് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കോസ്റ്റ്ലി ലീഫ് വരില്ലേ, നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇത് നല്ല രസമുള്ള ഒരു വെജാണ് കേട്ടോ. വെജ് ഒരു ഫ്രൂട്ടാണ് സംതിങ്. ഇത് രസമുള്ളൊരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾ കഴിക്കണം, നല്ലൊരു മധുരത്തോടു കൂടി കഴിക്കണം. അതോടെ നോക്കാം ഭാവി ഇവിടെ സോസേജ്. ഇനിയിപ്പോ നാട്ടിലെത്തി കഴിഞ്ഞാൽ സോസേജ് കിട്ടണമെന്ന് എന്ത് ചെയ്യുന്ന എനിക്ക് യാതൊരു പിടിയില്ല. ഇത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോന്റെ ഒരു ഐറ്റാണ്. ക്രിസ്പി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ സൈറ്റ്. അങ്ങനെ വേഗം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെക്കൗട്ട് 12 o'clock ആയിരുന്നു. അപ്പോൾ 12 o'clock ഞങ്ങൾ ചെക്കൗട്ടും കഴിഞ്ഞ് നേരെ ഇന്നലെ മിസ്സായ KL ടവറിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരും എൻട്രി ചെയ്യുന്ന രംഗാണ് ഈ കാണുന്ന ഗായ്സ്. പിന്നെ പതിവ് പോലെ തന്നെ എൻ്റെ ടിസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഉള്ളിൽ കയറി ഗായ്സ്, ബട്ട് ഞാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ടു ഗായ്സ്. എന്താണെന്ന് അറിയില്ല, എന്തോ ടിക്കറ്റിന് എന്തോ ഇഷ്യൂ വന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു. അങ്ങനെ ഞാൻ ഉള്ളിൽ എൻട്രായി ഗായ്സ്. അങ്ങനെ സ്കൈ ഡക്കിൽ കയറാനുള്ള ഞങ്ങളെല്ലാം കൂടി ബഹിരാകാശത്തേക്ക് പോകുന്ന പോലെ അവർ സെക്യൂർ ചെയ്തു. സത്യം പറഞ്ഞാൽ അവർ ഈ സേഫ്റ്റി മെഷർമെന്റ് ഒക്കെ ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര സംഭവമാണ്. പക്ഷെ നമുക്ക് സാധാ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോകുന്ന ഫീലും കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തില്ല ഗൈസ്. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു ഹൈറ്റിന്റെ ഇത് ആ ഒരു സംഭവം മാത്രം. പക്ഷെ ചീക്കൂന് പോലും പേടി വന്നില്ല എന്നുള്ളതാണ് വേറൊരു. സത്യം പറഞ്ഞാൽ ഈ ക്രാക്കിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഒരു പേടിയൊക്കെ തോന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇതൊന്നും തോന്നിയില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ കൂടി നമ്മൾ പേടിക്കില്ലേ? ആ ഒരു ഇത് കൂടി തോന്നില്ല. കൈ കാണുന്നുണ്ടാ, ഇതാ ഇത് മാത്രമേ ഒരു നന്നില്ല. ഇതെന്തോ ഒരു പേടിയുമില്ല, പേടിക്കാനൊന്നുമില്ല. എങ്ങനെയുണ്ട്? വെരി ബാഡ്. എങ്ങനെയുണ്ട് അത്തൂസ? വെരി ബാഡ് അല്ലേ? പൈസ പോയി എന്നല്ലാണ്ട് വേറൊരു കുന്തമില്ല അതിലേട്ടോ. അങ്ങനെ KL ടവറിന്റെ അനുഭവം എന്താപ്പാ? ഒരു രസമില്ല അല്ലേ? ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി ആക്ച്വലി. എല്ലാരും ഭയങ്കര ആഗ്രഹത്തോടു കൂടി വന്ന് എല്ലാരും മോൻ കണ്ടോ ഗൈസ്? അഭിപ്രായം എങ്ങനെ അമ്മ? അടിപൊളിയാ? എങ്ങനെ? നമ്മളിതാ മലേഷ്യയിൽ വന്നിട്ട് ഒരു തമിഴ്നാട് തെരുവിലാണ് നിൽക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാല് ഫുള്ള് ദീപാവലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദീപാവലി സ്റ്റാർട്ട് ചെയ്യേ, ദീപാവലി കഴിഞ്ഞുണ്ട്. അതിന്റെ ഒരു പ്രതീതിയിലാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ദീപാവലി ചന്ത. ദീപാവലി കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ? ரொம்ப நாளாச்சு அண்ணா தீபாவளி കഴിഞ്ഞിട്ട് 1 month ஆச்சு. ஆனால் இந்த சந்தை விட முடியல, முடிஞ்சு ദീപാവലിക്ക് കേമാ പോടും. അപ്പൊ ഇതാണ് നമ്മളെ ഇത്. ഇതിന്റെ സ്ട്രീറ്റിക്ക് എന്നാ പേര്?
പ്രിഫിൽ എന്നൊരു സ്ഥലം. അപ്പൊ ഇവിടെ ഫുള്ള് തമിഴ് ഏരിയ ആണ്. ഫുള്ള് നമ്മുടെ നാടൻ തമിഴ് ഫുഡ് ഏരിയ അല്ലേ പ്രിയ? അതിന് സിൽക്ക് സാരി എന്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. മലേഷ്യയിൽ വന്നിട്ട് വാങ്ങാം അല്ലേ? ഇതാ ഇവിടെ ഫുള്ളുണ്ടതാ നമ്മളെ കോയമ്പത്തൂര് പോയ പോലെ, ശരിക്കൊരു കോയമ്പത്തൂര് പോലെ തന്നെ ഇവിടെ കാണാൻ. കോയമ്പത്തൂർ എത്തിയ പോലെ തന്നെ ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ച് സ്ഥലമാക്കിയതാ. സാധാരണ രീതിയില് എല്ലാം തമിഴ് ഫുള്ള് തമിഴ് തന്നെയാണ്. എന്താ തമിഴ്നാട്ടിലെത്തിയ നമ്മള്? തമിഴ്നാട് അല്ലേ? ബോർഡോ ഫുള്ള് എഴുത്തും ലെറ്ററും എല്ലാം തമിഴ്നാട് ഗൈസ്. ചെന്നൈന്ന് ഒരു മലേഷ്യക്ക് വന്നപ്പോ ഇവിടെ പാപി എന്നിടം പാതാളം തന്നെ പോലെ അല്ലേ? അനന്ത് വന്ന സ്ഥലം ചെന്നൈയിൽ നിന്ന് നേരെ വന്നത് എവിടേക്കാണ്? മലേഷ്യ. പക്ഷെ എത്തിയതാ തമിഴ്നാട്ടിൽ തന്നെ. ഇവിടെ മലേഷ്യയിൽ ഡ്രൈവ് ചെയ്യുമ്പോ ഹോൺ അടിക്കൂല അല്ലേ പ്രിയ? ഒന്നും ഇല്ലാണ്ടാവുക. ആരും അടിക്കൂല. അങ്ങനെ എന്തെങ്കിലും നിർബന്ധമാണെങ്കിൽ മാത്രം അടിക്കൂല. ഹോണിക്ക് സൗണ്ടേ ഇല്ല. ഇപ്പൊ അടിച്ചെടുക്കുന്നത്. ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് എല്ലാരും. എന്റെ മാതിരി ഹോൺ അടിച്ച എന്നെ സ്വല്ല് ഭയങ്കര നമ്മക്ക് ഓൺ അടിച്ചിട്ടില്ലെങ്കിൽ റോഡിൽ വഴി കിട്ടില്ല. ഇവിടെ ഓൺ അടിച്ച തെറി കേൾക്കും. അതാണ് ഗൈസ്. ടെർമിനൽ 2 എത്തിയിട്ടുണ്ട് എല്ലാരും. അങ്ങനെ മലേഷ്യക്ക് ബൈ പറഞ്ഞ് ഞങ്ങള് പോവുകയാണ്. അങ്ങനെ ഉള്ളിൽ കയറിയ പാട് സെൽഫ് ചെക്കിങ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഗൈസ്. ഷോപ്പ് മാർക്കറ്റിൽ ഇവർക്ക് എന്താണ് കാര്യം? അത്തോസ് ഇതിനെ പറ്റി വല്ല ABCD അറിയോ? പിന്നെ ഇവന്റെ കൂടെ എന്തിനാ വന്നേ? അനന്തോ നിനക്കാർക്കാ? ആർക്ക് ഗിഫ്റ്റ്? ഓ ചഗ് ബ്രോസ് ഫ്രണ്ട്. മലേഷ്യ വന്നിട്ട് മദ്യം വാങ്ങിയില്ലാന്ന് പറയണ്ട. പ്രിയ ഒരു കുപ്പി വാങ്ങിയിട്ട് അടിക്കാൻ പോകുന്നുണ്ട്. എന്നെ നാട്ടിൽ നിന്ന് സ്ഥിരം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് പോകാം അല്ലേ? ഒരു ബോട്ടില് ഇത് സാനിറ്റൈസർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. മോനെ അങ്ങനെ ആ ഒരു ഡ്യൂട്ടി കൂടി നമ്മൾ കഴിച്ച് കഴിച്ച് ഒരു ബാലൻറ്റൈൻ തന്നെ വാങ്ങിയിട്ടുണ്ട്. പോയിട്ട് അനന്തുവിൻ്റെ ഫ്രണ്ടിന് കൊടുക്കണമെന്നാണ് അനന്ത് പറയുന്നത്. എന്താണോ ആവോ, ഒറ്റയ്ക്ക് അടിച്ച് കിണ്ടിയാവോ എന്തോ. ശശിയപ്പ എവിടേക്കാ പോണേ? ബാക്ക് ടു കേരള. അപ്പൊ ബാക്ക് ടു നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കട്ട പുകയാണ്. അതിന് പുകയിടുന്നത് അതാ പുക. നല്ല പുകയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പൊന്തിയ പാടന്നെ നമുക്ക് ബർഗറൊക്കെ കഴിക്കാനുണ്ട്. എന്നാ കൊതിച്ച് നിൽക്കുന്നത്. ബബിൾക്കൊക്കെ ചമച്ചിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും അത്തോസ് ദാ വെച്ചടിച്ച് വീറുക ഗൈസ്. ഞങ്ങളും ഉണ്ട് കൂടെ. പിന്നെ ഫ്ലൈറ്റ് അങ്ങ് നല്ല ശാന്തതയിലേക്ക് പോയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും നല്ല നിദ്രയിലേക്ക് അങ്ങ് ആണ്ടു ഗൈസ്. അങ്ങനെ അനന്ത് ഇവിടെ നല്ല ഉറക്കായിട്ടുണ്ട്. ഫ്ലൈറ്റ് എടുത്തപ്പോൾ തൊട്ടുള്ള ഉറക്കാം. ഇതാ നമ്മുടെ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളെ കാണുകയും ചെയ്ത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നാലും കുറെ പേര് മിസ് ചെയ്ത് പെട്ടെന്ന് ദൂരെ വെച്ച് കണ്ടു. എനിവേ എല്ലാം കൊണ്ടും ഹാപ്പി. മലേഷ്യ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ കുഞ്ഞു ഹൃദയം തരാൻ മറക്കല്ലേ. ടേക്ക് കെയർ.